അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുണ്യ റമദാനു ഷരീഫ് കടന്നു വരുന്നതിൻ്റെ മുമ്പ് ആളുകളൊക്കെ അവർക്ക് മുമ്പ് നഷ്ടപ്പെട്ട നോമ്പിൻ്റെ ഖളാ വീട്ടാനുള്ള തത്രപ്പാടിലാണ്, കൊടുത്തു വീട്ടാൻ. ഇവിടെ നോമ്പ് ഖളാഇനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിധത്തിലാണ് നോമ്പ് ഖളാ ആകുന്നത്. ഒന്ന്, ശർഅ് അനുവദിക്കുന്ന കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണമായി ഹലാലായ യാത്ര അല്ലെങ്കിൽ രോഗം, ഇതുപോലെ ശർഅ് അനുവദിക്കുന്ന കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടത്. രണ്ട്, യാതൊരു കാരണവും കൂടാതെ നോമ്പ് നഷ്ടപ്പെടുന്നത്. ഇതിൽ ഒരു കാരണവും കൂടാതെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ ശവ്വാൽ 1 പെരുന്നാൾ കഴിഞ്ഞ് ശവ്വാൽ 2 മുതൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ നോമ്പ് നോറ്റുവീട്ടൽ അവൻ്റെ പേരിൽ നിർബന്ധ ബാധ്യതയാണ്. നേരെ മറിച്ച് ശർഅ് അനുവദിക്കപ്പെട്ട കാരണം കൊണ്ടാണെങ്കിൽ ശവ്വാൽ 2 മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയം ശർഅ് അവന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഖളാ വീട്ടിയാൽ മതി. എന്തായാലും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലത്. കാരണം ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിച്ചു പോകുക എന്ന് ആർക്കും അറിയില്ലല്ലോ. ഇനി ഈ ഖളാഉമായി ബന്ധപ്പെട്ട ചില വിധികൾ നാം പറഞ്ഞു. അടുത്ത റമദാനിന് മുമ്പായിട്ട് ഖളാ വീട്ടിയാൽ മതിയെന്ന്. ഇനി അടുത്ത റമദാനിൻ്റെ മുമ്പ് ഒരാൾ ഖളാ വീട്ടിയില്ല, അവന് ഖളാ വീട്ടാനുള്ള അവസരങ്ങൾ ലഭിച്ചു, എന്നിട്ടും ഖളാ വീട്ടിയില്ല, എന്നിട്ട് അതിനുശേഷം ഒരു റമദാൻ കൂടി അവസാനിച്ച് പിന്നെയാണ് ഖളാ വീട്ടുന്നത് എങ്കിൽ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഫിദിയയായി നൽകണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ തൂക്ക കണക്ക് പ്രകാരം ഏകദേശം 750 ഗ്രാം ധാന്യമാണ്. ഒരു നോമ്പിന് 750 ഗ്രാം ധാന്യം പിന്തിച്ചതിൻ്റെ ഫിദയയായി അവൻ നൽകണം. ഇപ്രകാരം എത്ര വർഷമാണോ പിന്തിച്ചത് അതിനനുസരിച്ച് ഈ മുദ്ദുകളുടെ എണ്ണം വർദ്ധിക്കും. 5 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു നോമ്പാണ് ഒരാൾ ഖളാ വീട്ടുന്നത് എങ്കിൽ നോമ്പ് 1 വീട്ടിയാൽ മതി. പക്ഷെ ഒരു നോമ്പിന് 5 മുദ്ദ് അവൻ ഫിദിയയായി നൽകണം. ഇനി കാരണം കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ട ഒരാൾ അടുത്ത റമദാനിൻ്റെ മുമ്പായി അവന് നോമ്പ് നോറ്റ് വീട്ടാൻ അവസരം ലഭിച്ചില്ല. നോമ്പിനുണ്ടായ അതേ രോഗമോ പ്രശ്നങ്ങളൊക്കെ അവന് നോമ്പ് കഴിഞ്ഞിട്ടും ഉണ്ടായി. എന്നിട്ട് അതിൽ നിന്ന് അവനൊന്ന് ശരിയായി വരുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവൻ്റെ കുടുംബക്കാർ അവനക്ക് പകരമായിട്ട് നോമ്പ് നോറ്റ് വീട്ടുകയോ ഫിദിയ നൽകുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നോമ്പ് നിർബന്ധമാകുന്ന ഒരു സാഹചര്യം റമദാനിന് ശേഷം അവൻ ഉണ്ടായിട്ടില്ല എന്നതാ. റമദാൻ കഴിഞ്ഞിട്ട് അവൻ മരിക്കുന്നത് വരെ രോഗമായിരുന്നു, പ്രയാസമായിരുന്നു. അതിനിടയിൽ അവന് നോമ്പ് ഖളാ വീട്ടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അവനോട് നിർബന്ധമായ തേട്ടം ഉണ്ടാവാത്തത് കൊണ്ട് അവൻ്റെ പേരിൽ നോമ്പ് കുടുംബങ്ങൾ നോറ്റ് വീട്ടുകയോ ഫിദിയ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അവന് സാഹചര്യം ഉണ്ടായി, റമദാൻ കഴിഞ്ഞിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അവന് സാഹചര്യം ലഭിച്ചു, ആരോഗ്യം നന്നായിരുന്നു, നോമ്പ് നോറ്റ് വീട്ടാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും നോമ്പ് നോറ്റ് വീട്ടാതെയാണ് അവൻ മരിച്ചത് എങ്കിൽ അവൻ്റെ കുടുംബങ്ങൾ അവന് നോമ്പ് അനുഷ്ഠിക്കണം. അവന് പകരമായിക്കൊണ്ട് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ അതിന് പകരമായി ഒരു നോമ്പിന് 1 മുദ്ദ് എന്ന നിലക്ക് അവൻ്റെ മുതലിൽ നിന്നും ഫിദിയ കൊടുക്കണം. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മയ്യത്തിന് പകരമായി നോക്കുന്ന നോൽമ്പ്, മരിച്ച ഒരാളുടെ പകരമായിക്കൊണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് എത്ര വർഷം മുമ്പുള്ളതാണ് എന്നറിഞ്ഞാൽ അത്ര വർഷത്തേക്കും ഫിദിയ കൂടുതൽ കൊടുക്കണം. നോമ്പിന് പകരമുള്ള ഫിദിയ 1 മതി, ഒരു നോമ്പല്ലേ ഉള്ളൂ. പക്ഷെ പിന്തിച്ചതിൻ്റെ ഫിദിയ 5 വർഷം പിന്തിച്ചാൽ 5 മുദ്ദ് കൊടുക്കണം. മുമ്പ് ഞാൻ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ. അതാണ് നോമ്പും ഫിദിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയാനുള്ളത്. ഇനി പല ആളുകളും പല രൂപത്തിലും നോമ്പ് ഖളാ ആക്കാറുണ്ട്. ഉദാഹരണമായി സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇവരൊക്കെ നോമ്പ് ഖളാ ആക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗർഭിണികളായ സ്ത്രീകൾ സ്വന്തം ശരീരത്തിൻ്റെ, ഞാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ എൻ്റെ ശരീരത്തിന് പ്രയാസമുണ്ടാകും, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന ചിന്തയോടുകൂടിയാണ് നോമ്പ് അനുഷ്ഠിച്ചത് എന്നുണ്ടെങ്കിൽ, നോമ്പ് ഒഴിവാക്കിയത് എന്നുണ്ടെങ്കിൽ അവർക്ക്
പിന്നെ സുഖമാകുന്ന സമയത്ത് നോമ്പ് ഖലാ വീട്ടിയാൽ മാത്രം മതി. നേരെ മറിച്ച് സ്വന്തം ശരീരത്തിന് ഒരു കുഴപ്പമുണ്ടാകുന്നവർക്ക് പേടിയുണ്ടായിട്ടില്ല, എന്നാൽ കുഞ്ഞിൻ്റെ കാര്യം മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് അവർ നോമ്പ് ഒഴിവാക്കിയത് എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്കൊക്കെ റാഹത്തായി ശാരീരികമായി നല്ല സുഖമുണ്ടാകുന്ന അവസരത്തിൽ നോമ്പ് ഖലാ വീട്ടുന്നതോടൊപ്പം ഒരു മുദ്ദു കൂടി കൊടുക്കണം. അതാണ് ശർഈയായിരിക്കുന്ന ഹുക്മ്. ഇൻഷാ അല്ലാഹ് 1-2 കാര്യങ്ങൾ കൂടി ഈ ഖലാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്. അടുത്ത പാർട്ടിൽ പറയാം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.